നമസ്കാരം. ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ സന്ദേശത്തിലൂടെ ചില പ്രധാന കാര്യങ്ങൾ തന്നെയാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ കേൾക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് പരാമർശിക്കാം. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് നിങ്ങളിൽ തന്നെ ഒതുക്കി വച്ചിരിക്കുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളും പുറത്തേക്ക് പറയുവാൻ, പല കാര്യങ്ങളും മനസ്സിൽ അടക്കി വച്ചിരിക്കുന്നതായ പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ പോലും നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ജീവിതത്തിലെ പുറയിലേക്ക് പോവുക എന്നത് നിങ്ങൾക്ക് സാധ്യമായ ഒരു കാര്യമല്ല. അതിനാൽ തീർച്ചയായും ഇനി മുന്നോട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഒരു വഴിത്തിരിവ് അനിവാര്യവും അത് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകുന്നതായ ഒരു സാഹചര്യവുമാണ് ഉള്ളത്. ഈ കാര്യങ്ങൾ കേൾക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ അത് ഭാഗ്യമാണ് എന്ന് തന്നെ നിങ്ങൾ അർത്ഥമാക്കുക. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. ഓം നമഃ ശിവായ എന്നോ ഓം നമോ നാരായണായ എന്നോ കമന്റായി രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമമാണ് എങ്കിലും കമന്റായി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റു കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ദൈവാംശമായ ആത്മാവ് തന്നെ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ പല അവസരങ്ങളിലും അത് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. തീർച്ചയായും ഇത്തരം ചില കാര്യങ്ങൾ അവഗണിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് തന്നെ ദോഷമായി തീരും, വിനയായി തീരും എന്ന് അർത്ഥമാക്കാം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായും ചില കാര്യങ്ങൾ നിങ്ങളുടെ മാനസികപരമായ വ്യഥകൾക്ക് കാരണമായി തീരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും കുടുംബ വഴക്കുകൾ അല്ലെങ്കിൽ പലപ്പോഴും പല വ്യക്തികളുമായുള്ള തർക്കങ്ങൾ അത് നിങ്ങൾക്ക് വിഷമങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റെന്താണ്, തെറ്റ് എപ്രകാരം സംഭവിച്ചു, അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ ചില കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അത് തീർച്ചയായും ആർക്കും തടയുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. പലരും അത് തടയണം എന്ന ആഗ്രഹത്തോടെ മുന്നോട്ട് നീങ്ങിയാൽ പോലും അതിന് സാധിക്കാത്ത ഒരു സാഹചര്യം ജീവിതത്തിൽ ഉരുത്തിരിയും എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ബോധ്യപ്പെടും, പല സത്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സമയം ചില വ്യക്തികൾ അസ്വസ്ഥരാണ് എന്നത് വാസ്തവമാണ്. കാരണം പല കാര്യങ്ങളും അവരുടെ ചിന്തകളിലേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നതായ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ഒരു വ്യക്തി എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല, പല വ്യക്തികൾ എന്ന് തന്നെ പരാമർശിക്കാം. അവർ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില ദോഷങ്ങൾ സംഭവിക്കണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്.
പല യാഥാർത്ഥ്യങ്ങളും ഈ സമയം നിങ്ങൾ മനസ്സിലാക്കുകയും അത് നിങ്ങൾക്ക് പോലും വളരെയധികം അത്ഭുതമോ വിറയലോ നൽകുന്നതായ കാര്യങ്ങളായി മാറാം എന്നുള്ളതാണ്. ഈ സമയം ഒരു തിരിച്ചറിവിന്റെ സമയമാണ്. അത് നിങ്ങളിലേക്ക് തന്നെ കടന്നു വരുന്നു എന്നത് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് ശരിയല്ല എന്ന ബോധ്യമുണ്ട്. അല്ലെങ്കിൽ ഏതോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദോഷകരമായി സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും അസ്വസ്ഥതകൾ നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങളുടെ ചിന്തകളിൽ ചിലതെങ്കിലും ശരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ വെളിപ്പെടേണ്ടത് അനിവാര്യം തന്നെയാണ്. പലപ്പോഴും പല കാര്യങ്ങൾക്കും നിങ്ങൾ തയ്യാറല്ലായിരുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് മുൻപിൽ ദൈവം ആ സമയം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇനിയും നിങ്ങൾ അത് അറിയാതിരിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പലരുടെയും മുഖം മൂടി തന്നെ അഴിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് മുൻപിൽ പലരും തുറന്നു പറയുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങളെ ഞെട്ടിക്കുന്നതായി മാറാം. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതായ ഒരു സാഹചര്യം രൂപപ്പെടാം എന്നുള്ളതാണ്. പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങളെ പലരും തകർത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് പോലും നിങ്ങൾക്ക് ആ വിഷമതകൾ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും പലരും പറഞ്ഞിരുന്നതായ കാര്യങ്ങൾ അത് നുണകളായിരുന്നു, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം. നിങ്ങൾ ചില കാര്യങ്ങൾ നിസാരമാണ് എന്ന് ചിന്തിച്ചിരുന്നതായ ചില കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, പച്ചയായ സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ വിശ്വസിച്ചിരുന്നതായ ചില കാര്യങ്ങളുണ്ട്. ചില വ്യക്തികളെ നിങ്ങൾ വിശ്വസിച്ചിരുന്നത് വാസ്തവം തന്നെയാണ്. അവരുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ ആ കോട്ടകൾ തന്നെ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ നിസ്സഹായരായിരുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. നിസ്സഹായതയോടെ നിങ്ങൾ നോക്കി നിന്നിരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴുമുണ്ട്. എന്നാൽ ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവരുടെ ജീവിതം അത്രമേൽ അനുകൂലമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റൊരു വ്യക്തിയുടെ നാശം ആഗ്രഹിക്കുന്നത് അത് ആര് തന്നെയാണ് എങ്കിലും അവർക്ക് ജീവിതത്തിൽ ഉയരുവാൻ സാധിക്കണം എന്നില്ല. അവരുടെ ജീവിതത്തിൽ അതിപ്പോൾ പ്രകടമാകുന്നതായ ഒരു സാഹചര്യമുണ്ട്. പുറമേ നിന്ന് നോക്കുന്നത് പോലെയല്ല പല കാര്യങ്ങൾ എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം പല കാര്യങ്ങളിലും അവരെ കുറ്റബോധം വല്ലാതെ ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് പല കാര്യങ്ങളിലും സത്യം എന്തായിരുന്നു എന്ന് അറിയുന്നതായ സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴും അവർ നിങ്ങൾക്കൊപ്പം നിലകൊണ്ടിരുന്നില്ല എന്നതാണ് വാസ്തവം. പലപ്പോഴും പല വ്യക്തികളും തെറ്റിദ്ധരിക്കുന്നതിന് അവരും ഒരു കാരണമായിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും അവർ ഖേദിക്കുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ഇനി നിങ്ങളുടെ മുൻപിൽ മറയ്ക്കേണ്ടതായിട്ടില്ല എന്ന ചിന്തയാൽ അത്തരം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അവർ നിങ്ങളോട് മാപ്പ് പറയുവാൻ പോലും ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം
ഉണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ അവരെ തള്ളിക്കളയുമോ? ഇത്തരം പല ചിന്തകൾ അവരുടെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. സംഘർഷം കൊണ്ട് മനസ്സ് വല്ലാതെ വിഷമിക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം ആരാണ് ആ വ്യക്തി? വഞ്ചന ആര് മൂലമാണ് സംഭവിച്ചത്? എപ്രകാരമാണ് നിങ്ങൾ ദുർബലരായി തീർന്നത്? ഇത്തരം പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുവാൻ പോകുന്നു എന്നുള്ളതാണ്. പ്രതിസന്ധികൾ പലതുമുണ്ട് ജീവിതത്തിൽ. എന്നാൽ അതെല്ലാം തരണം ചെയ്ത് നിങ്ങൾ ശക്തിയോടെ നിലകൊണ്ടു എന്നത് ഈശ്വരാധീനം കൊണ്ടുകൂടി സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. അത്ഭുതപ്പെടുന്ന സാഹചര്യമുണ്ട്. സത്യം പറയുകയാണ് എങ്കിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് തീർച്ചയായും അവർ വളരെയധികം അസൂയയുണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും അത് തന്നെയാണ് മൂലകാരണം എന്നതും വാസ്തവമാണ്. ചില വ്യക്തികൾ നിങ്ങളോട് വളരെയധികം വഞ്ചനാപരമായ കാര്യങ്ങൾ, നിങ്ങളുമായി അടുപ്പമുള്ള വ്യക്തികളാകാം. അവർ അത്തരത്തിൽ മധുരമായി സംസാരിക്കുകയും നിങ്ങളോട് പുഞ്ചിരിച്ച് അസൂയവും സംശയവും അത്തരം പല കാര്യങ്ങളും നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് അസൂയയാൽ ചില സംശയങ്ങൾ, ചില തെറ്റിദ്ധാരണകൾ, അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അവർ പടർത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഇവർ നിങ്ങളോട് പ്രകടമാക്കിയിരുന്നത് കപടമായ സ്നേഹമായിരുന്നു എന്ന്, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ വിജയം തടയുവാൻ തന്നെ ഇവർ ശ്രമിച്ചിരുന്നു എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും അവർ ചില കാര്യങ്ങൾ മറച്ചു പിടിക്കുവാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം, ഈശ്വരൻ നിങ്ങളെ തലതൊട്ട് അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ സുരക്ഷിതമല്ല എന്ന് ചിന്തിക്കുന്നു എങ്കിൽ അത് തെറ്റായ ഒരു ധാരണ തന്നെയാണ്. പല കാര്യങ്ങളിലും പലരുടെയും കപടതകൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. പലരും ഒരു മുഖം മൂടി അണിഞ്ഞാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. അവരുടെ യഥാർത്ഥ മുഖം, അവരുടെ ഉദ്ദേശശുദ്ധി, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുകയും തീർച്ചയായും അതെല്ലാം നിങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുന്നതായ സാഹചര്യം പോലും ഉണ്ടാകാം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും പലരും നിങ്ങളെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ ശക്തിയോടെ നിലകൊള്ളുന്നതായ സാഹചര്യത്തിൽ അവർ പരാജയപ്പെട്ടു പോകും എന്ന കാര്യം ഓർക്കണം. പല കാര്യങ്ങളിലും പ്രാർത്ഥനകൾക്കുള്ള ഒരു മറുപടി ലഭിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. ഈശ്വരന്റെ അനുഗ്രഹത്താൽ തന്നെയാണ് ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന കാര്യവും ഓർക്കണം. നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതും പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. ഈ സമയം എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഒരു പരിശോധന, നിങ്ങളുടെ പ്രവൃത്തികൾ, കർമ്മങ്ങൾ, ഇത്തരം കാര്യങ്ങളിലെല്ലാം നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ്. ആരാണ് നിങ്ങളുടെ യഥാർത്ഥമായ ശത്രു എന്ന് ഭഗവാൻ തികച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിൽ പരാമർശിക്കുന്നതാണ്. പല കാര്യങ്ങളിലും കപടതയാണ് ഇവർക്കുണ്ടാവുക. കപടമായ മുഖം മൂടി വെച്ച് പല കാര്യങ്ങളും ഇവർ ഒളിച്ചു വയ്ക്കുന്നതായ സാഹചര്യം. നിങ്ങളുടെ ജീവിതത്തിലെ പല സത്യങ്ങളും, നിങ്ങൾ അറിയേണ്ടതായ സത്യങ്ങൾ, അത് മറച്ചു പിടിക്കുന്നവരാണ്. പലപ്പോഴും നിങ്ങളുടെ വിശദീകരണങ്ങൾ പോലും തെറ്റിദ്ധാരണയാക്കി മാറ്റുവാൻ ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾക്ക് സാക്ഷിയാകാൻ തയ്യാറെടുക്കേണ്ടതാണ്.
ഈ സമയം അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചിലർ കുറ്റബോധം കൊണ്ട് നിങ്ങൾക്ക് മുൻപിൽ പൊട്ടിക്കരയുന്നതായ സാഹചര്യം പോലും ഉണ്ടാകാം. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതായ കാര്യമില്ല. ഈ സമയം ജീവനുള്ള പല സത്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ തീർച്ചയായും ഒരു ശക്തിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് കടന്നു വരേണ്ട ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ചില ബന്ധനങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് പ്രവേശിക്കേണ്ടതും അനിവാര്യമാണ് എന്നുള്ളതാണ്. പല കാര്യങ്ങളും മനസ്സിൽ ഉറപ്പിച്ച് മുന്നോട്ട് തന്നെ പോകണം. ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുകയും തെറ്റുകളാണ് എങ്കിലും കുറവുകളാണ് എങ്കിലും അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. പ്രതീക്ഷകളെല്ലാം ഇവിടെ അവസാനിച്ചു, എല്ലാം അസ്തമിച്ചു, ഇനി അങ്ങോട്ട് എന്ത് എന്ന് ചിന്തിക്കുന്നവരാണ് എങ്കിൽ ഇനിയാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുക എന്നുള്ളതാണ്. ഈ സമയം പഴയ ചില കാര്യങ്ങളിലേക്ക്, നിങ്ങൾ ഒഴിവാക്കിയതായ ചില കാര്യങ്ങളിലേക്ക് മടങ്ങി പോകുന്നതിനെ മനസ്സ് വല്ലാതെ നിർബന്ധിച്ചു എന്ന് വരാം. അത് നെഗറ്റീവായ ഊർജം കൊണ്ട് സംഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് പരാജയമായി മാറുവാൻ പലരും ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പലരും അപ്രകാരമാണ് നിങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളെ ശക്തി തീർച്ചയായും നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ശക്തി വർദ്ധിപ്പിച്ച് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്നതായ കാര്യങ്ങൾ പ്രവർത്തിക്കാത്ത വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത്തരം ഏതെങ്കിലും വ്യക്തികൾ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അവരോട് അകലം പാലിക്കുവാനും പലപ്പോഴും നിങ്ങൾക്ക് സാധിച്ചിട്ടുമുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല രീതിയിലും ഉണ്ടായിരിക്കുന്ന പ്രയാസങ്ങൾക്ക് തീർച്ചയായും ഒരു മറുപടി കടന്നു വരാവുന്ന ഒരു സമയമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റി എഴുതി മുന്നോട്ട് പോകുവാൻ സാധിക്കും. അന്ധകാരം നിങ്ങൾക്ക് ചുറ്റിലും പടർന്നിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അതിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുവാനും ആരാണോ ശത്രു, അവരുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ, ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ പരിഹാസങ്ങൾ, ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ പരിഹാസങ്ങൾ, കുത്തുവാക്കുകൾ എല്ലാം ഒഴിഞ്ഞു പോകുവാൻ സാധിക്കും. അതെല്ലാം തീർച്ചയായും നിങ്ങളിലേക്ക് കൂടുതൽ ശക്തിയായി പകരുന്ന സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും കാലഘട്ടത്തിന്റെ ആവശ്യമായി പലതും പ്രവർത്തിക്കേണ്ടതായി വരാം. ഈ സമയം ദൈവികമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് കടന്ന് വന്നിട്ടുള്ളത്. അത് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് നീങ്ങണം. ഈ സമയം ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. ആ പോസിറ്റീവായ ഊർജത്തെ തീർച്ചയായും നിങ്ങൾ സ്വീകരിച്ചു തന്നെ മുന്നോട്ട് തന്നെ നീങ്ങുക.